ഒരു കാറിൽ ഫിലിം പൊളിക്കാൻ വേണ്ടി കയറിയ അവസ്ഥയാണ്. എന്റെ മൊത്തം ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആകെ വേർത്ത് കുളിച്ച് അമ്മാതിരി ചൂടാണ്. എങ്ങനെ നമ്മള് ഫിലിമില്ലാതെ കാറിനകത്തിരിക്കും? പഴയ ഫിലിം പൊളിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ചൂട് കാരണം പിന്നെ പുതിയൊരു ഫിലിം ഒട്ടിക്കേണ്ട അവസ്ഥ വന്നു. നമ്മൾ ലൈറ്റ് ഫിലിം ഒട്ടിച്ചത് 35 ആണ് നമ്മൾ ഇതിൽ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പൊ അവർക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടിച്ചു കൊടുത്തതാണ്. അപ്പൊ കാറിനകത്ത് 5 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് യാത്രക്കാരുള്ളത്. അപ്പൊ നമ്മള് വയസ്സായ ആൾക്കാർ പോലെ കുട്ടികളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും AC ഇട്ടൊരു കാര്യമില്ല. നമുക്ക് ചൂടത്ത് യാത്ര ചെയ്യാൻ കഴിയില്ല. അത്രയും എന്റെ മുഖത്തോട് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു 5 മിനിറ്റ് ഇരുന്നപ്പോഴുള്ള അവസ്ഥയാണത്. എന്റെ ശരീരത്തോട്ട് നോക്കുക, ആകെ വേർത്ത് കുളിച്ച്. ഇതാണ് 35 ഗ്രേ 35. ഇത് നമ്മളെ നമ്മളെ കാണും. നമ്മൾ അകത്തോട്ട് കറക്റ്റ് ഇരിക്കുമ്പോൾ കറക്റ്റ് കാണാൻ പറ്റും. ചെറിയ ഷെയ്ഡിങ് എന്നെ കാണുന്നില്ലേ? അപ്പൊ വീഡിയോ കാണുന്നതിന് മുമ്പ് എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് വൈകാതെ വീഡിയോട്ട് പോവാം. ഇപ്പൊ ഫിലിം പൊളിക്കാൻ വരുന്നവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല പൊളിച്ചു കളയാണ്. പക്ഷെ ചെക്കിങ് കാരണം പൊളിക്കാന്നുള്ളൂ. എന്നുവെച്ചാൽ ഫൈൻ കിട്ടുന്നതല്ലേ, ആ കാരണം കയ്യിൽ നിന്ന് കാശ് പോകുന്ന പേടിച്ചിട്ട് പൊളിച്ചു കളയാന്നുള്ളൂ. അല്ലാതെ ചൂട് കാരണം ആർക്കും ഇത് പൊളിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഇത് നിരോധിക്കാനുള്ള ഏറ്റവും വലിയ കാരണം കാറിനകത്തോട്ട് കാണുന്നില്ല എന്നുള്ള കാരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഒട്ടിക്കുന്നത് ലൈറ്റ് ഫിലിമുകളാണ്. 35, അതുപോലെ 50, 70 പക്ക ലൈറ്റാണ്. 50 അതിൻ്റെ ഒന്നുകൂടി ഡാർക്ക് കൂടും, 35 ഒന്നുകൂടി ഡാർക്ക് കൂടും. അപ്പോൾ ആൾക്കാർക്ക് 35ഉം 50 ഒട്ടിക്കാൻ കൂടുതൽ താല്പര്യം. എന്ന് വെച്ചാൽ പക്ക ലൈറ്റ് അല്ല എന്നാൽ കൂടുതൽ ഡാർക്കും അല്ല. ഇത് കൂളിംഗ് ഫിലിം നിരോധിക്കാനുള്ള മെയിൻ കാരണം ചില വണ്ടിയിൽ ബ്ലാക്ക് ഫിലിം ഒട്ടിച്ചതായി കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ആരാണ് ഒട്ടിക്കുന്നതെന്ന് അറിയില്ല. ഈ ഒരു ലൈറ്റ് ഫിലിം ഒട്ടിക്കാനേ പറ്റൂ, ഡാർക്ക് ഫിലിം ഒട്ടിക്കാൻ പാടില്ല എന്നുള്ള നിയമം വന്നതിന് ശേഷം ഞാൻ ഇത്ര കാലമായിട്ട് ഒരു വണ്ടിമേയും ബ്ലാക്ക് ഫിലിം ഒട്ടിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ കൂടുതലും ലൈറ്റ് ഫിലിം തന്നെയാണ് ഒട്ടിക്കുന്നത്. നമുക്ക് പാരവെക്കാനോ നമ്മുടെ ഫീൽഡ് നശിപ്പിക്കാനോ ചിലവർ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അപ്പപ്പോൾ പോക്കറ്റ് നിറഞ്ഞാൽ മതിയല്ലോ, പിന്നെ മുന്നോട്ട് ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അത് ഏത് മേഖല നശിപ്പിക്കാനും ഇങ്ങനെ ചില വ്യക്തികളുണ്ടാവും. അവർ ഈ നാടിന് തന്നെ ശാപമാണ്. കാറിൽ കൂളിംഗ് ഫിലിം ഒട്ടിച്ചു കൊടുത്തും നമ്പർ എഴുതി കൊടുത്തും അതുപോലെ സ്റ്റിക്കറൊക്കെ ചെയ്തു കൊടുത്തും ജീവിക്കുന്ന ഒത്തിരി സഹോദരന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥ ഇതുപോലെ തന്നെയാണ്. ഞങ്ങളുടെ ജീവിതം ആകെ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ. ഒരു ഫിലിം ഒട്ടിച്ച വണ്ടിയിലും ഫിലിം ഒട്ടിക്കാത്ത വണ്ടിയിലും യാത്ര ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഫിലിമിന്റെ ഗുണം എന്താണെന്ന്. AC-ക്കും ഗുണമാണ്, അതുപോലെ നമ്മളെ ചൂടിനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. ആദ്യം നമ്പർ പ്ലേറ്റ് സപ്ലൈ ചെയ്യാനും ഫിറ്റ് ചെയ്യാനുള്ള അനുമതി നിരോധിച്ചു. ഇപ്പോൾ കൂളിംഗ് ഫിലിം നിരോധിച്ചു. ഇപ്പോൾ ഓരോരുത്തരും ഈ ഫീൽഡ് വിട്ട് വേറെ ഫീൽഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്.
പണ്ട് കലാകാരന്മാരായിട്ടും ആർട്ടിസ്റ്റുകളായിട്ടും അതുപോലെ ചുമരെഴുതിയിട്ടും ചിത്രം വരച്ചും തിളങ്ങി നിന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഫ്ലക്സിന്റെ വരവോടുകൂടി ആ ഒരു കാലം നശിച്ചുപോയി. പിന്നെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ടൈമിലാണ് സ്റ്റിക്കർ വർക്ക് രംഗവും അതുപോലെ ബോർഡ് വർക്കും LED വർക്കും ഇങ്ങനെയുള്ളൊരു രംഗത്തിലോട്ട് ഓരോരുത്തരും പ്രവേശിച്ചു തുടങ്ങിയത്. ഓരോ ഫീൽഡും നശിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പുതിയ പുതിയ ഫീൽഡിലോട്ട് ചേക്കേറിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ ഫീൽഡും നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. നമ്മുടെ ഫീൽഡിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എൻ്റെ വീഡിയോ കണ്ട് വോയിസ് കേൾക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് നമ്മുടെ കണ്ണു തുറപ്പിക്കാൻ മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കൂളിം ഫിലിം ഒട്ടിക്കാൻ അറിയാത്ത എൻ്റെ സുഹൃത്തുക്കൾക്ക് കൂടി ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കൂളിം ഫിലിമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ വർക്കിനെ കുറിച്ചുള്ള സംശയങ്ങളും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് വേറെ വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.